ഒരു പ്രോബ്ലം നോക്കാം. ഡിസൈൻ ആൻഡ് ഐ സെക്ഷൻ പേർലിൻ ഫോർ ആൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ടു സപ്പോർട്ട് എ ഗാൽവനൈസ്ഡ് ആൻഡ് ഷീറ്റ് റൂഫ് ഗിവൺ സ്പേസിംഗ് ഓഫ് ട്രസ് 5 meter, spacing of purlin 1.5 meter, inclination of rafter to horizontal 30 degree and weight of sheet taking into account labs and connecting bolt 130 Newton per meter square, bin load 1 kilonewton per meter square, imposed snow load 1.5 kilonewton per meter square. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഐ സെക്ഷൻ ആണ് ഡിസൈൻ ചെയ്യുക, ഐ സെക്ഷൻ പേർളിനാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത ചാനൽ സെക്ഷനുമായിട്ട് വളരെയധികം സിമിലിയർ ആണ് ഐ സെക്ഷൻ എന്ന് പറഞ്ഞത്. കാരണം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഐ സെക്ഷനിൽ ചേഞ്ച് ഉള്ളൂ, ബാക്കി എല്ലാ പ്രൊസീജിയറും അതുപോലെ തന്നെയാണ്. അപ്പോൾ ചാനൽ സെക്ഷൻ പഠിക്കുന്ന ഒരാൾക്ക് ഐ സെക്ഷൻ പഠിച്ചെടുക്കാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഗിവൺ ഡേറ്റ് എഴുതാം. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ഗിവൺ ഡേറ്റയിൽ എഴുതാം. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് സ്ലോപ്പ്. സ്ലോപ്പിൻ്റെ ഡിറ്റർമിനേഷൻ കണ്ടുപിടിക്കാനൊന്നുമില്ല, കാരണം ക്വസ്റ്റ്യനിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻക്ലിനേഷൻ ഓഫ് റാഫ്റ്റർ ടു ഹൊറിസോണ്ടൽ 30 degree. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ലോഡാണ്. ലോഡ് കാൽക്കുലേഷനിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡെഡ് ലോഡ് തന്നിട്ടുണ്ട്, ഷീറ്റിൻ്റെ ഡെഡ് ലോഡ് തന്നിട്ടുണ്ട് 130 Newton per mm². നെക്സ്റ്റ് സെൽഫ് വെയ്റ്റ് ഓഫ് പേർലിൻ കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമ്മൾ ജസ്റ്റ് അസംഷനാണ് എടുക്കുന്നത്. 100 to 120 ഇടയിലുള്ളൊരു വാല്യൂ എടുക്കും, അല്ലെങ്കിൽ ആ ഷീറ്റിൻ്റെ ഡെഡ് ലോഡ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് ഷീറ്റിൻ്റെ ഡെഡ് ലോഡ് എത്രയാണോ അത് തന്നെയാണ് സെൽഫ് വെയ്റ്റ് ഓഫ് പേർലിന്. ദെൻ ക്വസ്റ്റ്യനിൽ ലൈവ് ലോഡ് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഡെഡ് ലോഡ് ഫ്രം ഷീറ്റ്, സെൽഫ് വെയ്റ്റ് ഓഫ് പേർലിൻ ആൻഡ് ലൈവ് ലോഡ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ മൂന്നും കൂടെ ഡെഡ് ലോഡ് ഫ്രം ഷീറ്റ്, സെൽഫ് വെയ്റ്റ്, ലൈവ് ലോഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.76 kilonewton per meter square എന്നാണ് കിട്ടുന്നത്. ഈ kilonewton per meter square ഞാൻ കൺവേർട്ട് ചെയ്ത് kilonewton per meterലാക്കാൻ വേണ്ടി സ്പേസിംഗ് ഓഫ് പേർലിൻ കൂടെ ഇൻറ്റു ചെയ്യും. സ്പേസിംഗ് ഓഫ് പേർലിൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 1.5 ആണ്. അപ്പോൾ നമുക്ക് kilonewton per meterൽ കിട്ടി. ഇനി അതിനെ ഫാക്ടേർഡ് ആക്കണം. ഫാക്ടേർഡ് ആക്കാൻ വേണ്ടി ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ ആയിട്ടുള്ള 1.5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. നമുക്കപ്പോൾ ഫാക്ടേർഡ് ലോഡ് കിട്ടും. ദെൻ ലോഡ് കമ്പോണൻറ്റ് നോർമൽ ടു ഷീറ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം ഒരു റൂഫ്, ഇത് ഞാനൊരു റൂഫായിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഇതാണ് ഞാൻ വരയ്ക്കുന്ന റൂഫ്. എൻ്റെ ഈ റൂഫിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ഡൗൺവേർഡ് ആയിട്ടായിരിക്കും വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്, ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നു നോർമലി ഡൗൺവേർഡ്. പക്ഷേ ഇതിലോട്ട് വരുന്ന ലോഡ്സ് എന്ന് പറയുമ്പം നോർമലായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, പാരലായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ 2 കമ്പോണൻസ് ആയിട്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ലോഡ് കമ്പോണൻറ്റ് നോർമൽ ടു ഷീറ്റ്. നോർമൽ ടു ഷീറ്റിൽ വരുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ W cos θ ആണ് യൂസ് ചെയ്യുന്നത്, W cos θ. അതുപോലെ തന്നെ പാരലായിട്ടാണ് വരുന്നതെങ്കിൽ, പാരലാണ് ദ കമ്പോണൻറ്റ് നോർമൽ ടു ഷീറ്റ് ആണെങ്കിൽ W cos θ, പാരലാണ് എങ്കിൽ W sin θ ആണ് വരുന്നത്. നേരത്തെ പ്രീവിയസിലുള്ള സെയിം, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് തീറ്റ അറിയാം, W അറിയാം, ഈസി ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ MZ, MY, FZ, FY. അതും നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല, കണ്ടിന്യൂസ് ആണോ സിംപ്ലി സപ്പോർട്ടഡ് ആണോ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് WL²/8 ആണ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. ദെൻ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ WL/2. അത് നമുക്ക് കിട്ടിയ കമ്പോണൻസ് ആയിട്ടുള്ള WZഉം WYയും വെച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. അടുത്തെന്ന് പറയുമ്പം സെക്ഷൻ കാൽക്കുലേഷൻ ആണ്, അല്ലെങ്കിൽ സെലക്ഷൻ ആണ്. സ്റ്റെപ്പ് 4 സെലക്ഷൻ ഓഫ് സെക്ഷൻ. നമുക്ക് ഐ സെക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഐ സെക്ഷന് ഞാൻ ചാനൽ പറഞ്ഞപ്പോൾ എടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ സെക്ഷൻ ആണെങ്കിൽ 150നേക്കാളും ഡെപ്ത് കൂടിയ ഒരു സെക്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ISMB 150നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സെക്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ 200 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെപ്താണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150നേക്കാളും 150നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളത് എടുക്കാം. ഞാനിവിടെ 200 ആണ് എടുത്തേക്കുന്നത്. ISMB 200 എടുത്തു. പിന്നെ അതിൻ്റെ ഫുൾ പ്രോപ്പർട്ടീസ് എല്ലാം എഴുതി, ദെൻ ഫിഗറും വരച്ചിട്ടുണ്ട്. ഇത്രയും ആകുമ്പോഴത്തേക്കും എൻ്റെ സ്റ്റെപ്പ് 4 ഫിനിഷായി. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 ആണ്. സ്റ്റെപ്പ് 5 എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് 5 ചെക്ക് ഫോർ ഷിയർ. അതും സെയിം ഇക്വേഷൻ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. FISTW √3 γ m0, അതിലെല്ലാ വാല്യൂസും നോൺ വാല്യൂസാണ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടുപിടിച്ചാൽ അത് VDZ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ FZ ആണ് എങ്കിൽ
സേഫാണ്. അതേസമയം ബി ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യുക. ബി ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ എഫ് വൈ ആണെങ്കിൽ അതും എന്താണ്, സേഫാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സേഫ് ആണെങ്കിൽ ഷിയർ ചെക്ക് ചെയ്തു നമ്മൾ. ഓക്കെ, ഷിയർ സേഫായി കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് 6 ആണ്. സ്റ്റെപ്പ് 6 എന്ന് പറയുമ്പം സെക്ഷൻ ക്ലാസിഫിക്കേഷനാണ്. അതും പ്രീവിയസ് ചെയ്ത പോലെ തന്നെ പ്ലാസ്റ്റിക് സെക്ഷൻ ആണോ, സെമി പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ, സെമി കോമ്പാക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ്. സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ വരുമ്പം ബിയുടെ വാല്യൂവിൽ വ്യത്യാസം വരും. ബി നമ്മൾ BF/2 എന്നാണ് എടുക്കുന്നത്. സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ മാത്രമാണ് B = BF/2 എന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ B/TFും D/TWയും കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ ആണെന്ന് കൺഫേം ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് MDZും MDYയും കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഇക്വേഷനാണ് βZPZ FI/γ/M0. ഇതൊക്കെ കോഡ് ബുക്കിലുണ്ട്, പേജ് അടക്കം മുന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റ എന്ന് പറയുന്ന 1 ആണ്, കാരണം പ്ലാസ്റ്റിക് സെക്ഷൻ. ദെൻ ZPZ ഒക്കെ നമ്മുടെ സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടിയ വാല്യൂസ്. അപ്പോൾ MDZൻ്റെ വാല്യൂ കിട്ടും. ആ കിട്ടിയ വാല്യൂവും നമുക്കിനി ചെക്ക് ചെയ്യാൻ ഒരു പാർട്ട് ഇക്വേഷൻ കൂടി ഉണ്ട്. 1.2 × ZEZ FI/γ/M0 എന്ന് പറയുന്നത് MDZനേക്കാളും കൂടുതലായിരിക്കണം. MDZനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്തത് അത്ര സേഫാണ്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫൈനലി എന്ത് തന്നെ കിട്ടും, സേഫായിട്ട് തന്നെ കിട്ടും. ഞാനിത് പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിസൈൻ പ്രോബ്ലംസ്. നെക്സ്റ്റ് ബൈ ആക്സിയൽ ബെൻഡ് ചെക്ക് ചെയ്യുക. അതിനുള്ള ഇക്വേഷനും കോഡ് ബുക്കിലുണ്ട്. MZ/MDZ + MY/MDY is less than or equal to 1. ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബൈആക്സിയൽ ബെൻഡിങ് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വിൻഡ് ചെക്ക് ചെയ്യുന്നതാണ്. ചെക്ക് ഫോർ വിൻഡ് സെക്ഷൻ. വിൻഡ് സെക്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫാക്ടേർഡ് ഡെഡ് ലോഡ്, ആ ഫാക്ടേർഡ് ഡെഡ് ലോഡ് കണ്ടുപിടിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം. ഫാക്ടേർഡ് ഡെഡ് ലോഡ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡെഡ് ലോഡ്, അതിൻ്റെ കൂടെ തന്നെ സൾഫേറ്റ്, പേളിൻ്റെ സൾഫേറ്റ്, അതും ഞാൻ എടുത്തിരിക്കുന്നു. പേളിൻ്റെ സൾഫേറ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ സ്പേസിങ് കൂടി ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. സ്പേസിങ് 1.5. വീണ്ടും ഫാക്ടേർഡ് ആക്കുന്നത് കൊണ്ട്, ഞാൻ അതെല്ലാം കൂടെ ഒരു സ്റ്റെപ്പിൽ ചെയ്തുകൊണ്ടാണ്, ഫാക്ടേർഡ് ആക്കുന്നതുകൊണ്ട് വീണ്ടും ഒരു 1.5 കൊണ്ടുകൂടെ ഇൻറ്റു ചെയ്തു. അപ്പോൾ ആദ്യം പറഞ്ഞ ഷീറ്റിൻ്റെ ഡെഡ് ലോഡ്, പേളിൻ്റെ സൾഫേറ്റ്, അതിനുശേഷം അത് രണ്ടും കൂടെ ആഡപ്പ് ചെയ്തതാണ്, ആഡ് ചെയ്തു. ദെൻ അതിൻ്റെ കൂടെ തന്നെ സ്പേസിങ് ഇൻറ്റു ചെയ്യുകയും ഫാക്ടേർഡ് ആക്കാൻ വേണ്ടി അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ ഇൻറ്റു ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് 0.585 കിട്ടും. അടുത്തത് ഫാക്ടേർഡ് വിൻഡ് ലോഡ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ്. കാരണം ക്വസ്റ്റ്യനിൽ എനിക്ക് തന്നിരിക്കുന്ന kN/m². അപ്പോൾ എനിക്ക് അവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. kN/m² മാറ്റി kN/m അപ്പോൾ അതിന് ഞാൻ സ്പേസിങ് കൊണ്ട് ഇൻറ്റു ചെയ്തു. ദെൻ ഫാക്ടേർഡ് ആക്കണം, അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു 1.5 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ എനിക്ക് ഫാക്ടേർഡ് ആയിട്ടുള്ള വിൻഡ് ലോഡ് കിട്ടി. ഇനി വീണ്ടും മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കമ്പോണൻസ് ആയിട്ട് മാറ്റി ലോഡ് നോർമൽ ടു ഷീറ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുള്ള ഇക്വേഷനാണ് -WL + DL cos θ. ഡെഡ് ലോഡ് cos θ, വിൻഡ് ലോഡും ഉണ്ട് ഡെഡ് ലോഡും ഉണ്ട്. WZ കിട്ടും. പാരലലായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് WYയും കിട്ടും. ഡെഡ് ലോഡ് sin θ ചെയ്താൽ മതി. അടുത്ത് നമുക്ക് MZും MYയും വിൻഡ് ലോഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. നേരത്തെ സെയിം ഇക്വേഷൻ തന്നെ, പക്ഷേ ഇവിടെ എടുക്കുന്ന MZലും MYലും വ്യത്യാസമുണ്ട്. വിൻഡ് ലോഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MZും MYയും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് MDZും MDYയുമാണ്. MDZ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷനാണ് βBZPZ FBD. ഇതിൽ നമ്മൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വാല്യൂ FBDയുടെ വാല്യൂ ആണ്. FBDയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം KL/R കാൽക്കുലേറ്റ് ചെയ്യണം. I സെക്ഷൻ ആയതുകൊണ്ട് തന്നെ K ഞാൻ 1 ആയിട്ട് എടുത്തു. L ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗാമ മിനിമം സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചെയ്യുമ്പം എനിക്ക് KL ഗാമ മിനിമം എന്ന് പറയുന്നത് 232.558 എന്ന് കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ KL/ഗാമ മിനിമം മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ടേബിളിൽ നിന്ന് വാല്യൂ എടുക്കണമെങ്കിൽ അവിടെ എനിക്ക് H/TFയുടെ ആവശ്യമുണ്ട്. H/TFും എനിക്ക് 18.52 എന്ന് കിട്ടി. അപ്പോൾ KL/ഗാമ മിനിമം ഒരു 232 ആണ് കിട്ടിയത്. അപ്പോൾ 230ക്കും 240ക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് വന്നേക്കുന്നത്. സെയിം തന്നെയാണ് H/TFും. 80ക്കും 20ക്കും ഇടയിലുള്ള വാല്യൂ ആണ് എനിക്ക് H/TF ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇത് ബാക്കി വേറെ ഒന്നുമില്ല, നമ്മൾ ഇൻ്റർപോലേറ്റ് ചെയ്ത് ചെയ്യുക.
ആദ്യം ഇൻ്റർപൊലേറ്റ് ചെയ്യുമ്പം ഇത് രണ്ടും ചെയ്യുക, ദെൻ ഇത് രണ്ടും ചെയ്യുക, അതിനുശേഷം സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കുക. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഏത് ടേബിളിൽ നിന്നാണെന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും FCR കിട്ടും. ഈ FCR യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് FBD കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ഇൻ്റർപൊലേറ്റ് ചെയ്യുമ്പോൾ FCR കിട്ടും. രണ്ടാമത് ഇൻ്റർപൊലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് FBDയുടെ വാല്യൂ കിട്ടുന്നത്. അതിന് ആൽഫ ടി ആവശ്യമുണ്ട്. റോൾഡ് സെക്ഷൻ ആയതുകൊണ്ട് ആൽഫ ടി 0.21 ആണ്. വീണ്ടും നമ്മൾ ടേബിൾ 13 പോവാം. ആൽഫ 0.21 എന്ന് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുക, FCRൻ്റെ വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് തന്നെ FBD കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻ്റർപൊലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ FBD കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു മൊമെൻറ്റിൻ്റെ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് MDZ കിട്ടിക്കഴിഞ്ഞു. ദെൻ MDY എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ചെയ്ത സെയിം വാല്യൂ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, ബൈ ആക്സിയൽ ബെൻഡിങ് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഉള്ള വാല്യൂസ് എല്ലാം കിട്ടിയില്ലേ, MZ കിട്ടി, MDZ കിട്ടി, MY കിട്ടി, MDY കിട്ടി. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരുന്ന സമയത്ത് <=1 ആണെങ്കിൽ നമ്മൾ ചെയ്തത് സേഫാണ്, അല്ലെങ്കിൽ കറക്റ്റാണ്. ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് ഡെൽറ്റ മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. 5/384 EI WZ ആണ് ഫോർമുല. I എടുക്കുന്ന സമയത്ത് IZZ വേണം എടുക്കാൻ. W എടുക്കുമ്പോൾ WZ എടുക്കുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് തന്നെയാണ്. ഓക്കെ, ഡെൽറ്റ മാക്സ് കിട്ടും. ഡെൽറ്റ മാക്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എടുക്കേണ്ടത് പെർമിസിബിൾ ഡിഫ്ലക്ഷൻ. ഡെൽറ്റ പെർമിസിബിളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതും നമ്മൾ കോഡ് ബുക്കിലുണ്ട്, ഏത് പേജ് ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. L/150 ആണ് അതിൻ്റെ ഇക്വേഷൻ, കോഡിൽ നിന്ന് എടുക്കുന്നതാണ്. സോ നമുക്കതിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഈ ഡെൽറ്റ മാക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ പെർമിസിബിൾ ആണ് എങ്കിൽ നമ്മൾ ചെയ്ത സെക്ഷൻ കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇത്രയാകുമ്പോഴത്തേക്കും I സെക്ഷൻ്റെ പ്രോബ്ലം കഴിയും. ചാനൽ മാത്രം പഠിച്ചാൽ മതി. ചാനൽ പഠിക്കുന്ന ഒരാൾക്ക് എന്തായാലും I സെക്ഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.